നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഒരു ലോഞ്ചർ ഉണ്ടാവും. ഫോൺ വാങ്ങുന്നേരം തന്നെ ഡീഫാൾട്ട് ആയിട്ട് ഒരു ലോഞ്ചർ ഉണ്ടാവും. ഫോണിന്റെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങിന് നല്ലൊരു ലോഞ്ചർ അത്യാവശ്യമാണ്. നമുക്ക് ഈ ഡീഫാൾട്ട് ആയിട്ടുള്ള ലോഞ്ചർ പോരാന്ന് തോന്നുന്നേരം കൂടുതൽ ഫീച്ചറുകളിലെ നല്ല ലോഞ്ചർ, സ്പീഡായിട്ട് ഫോൺ വർക്ക് ചെയ്യിക്കാൻ കഴിയുന്ന നല്ല ലോഞ്ചറുകൾ നമ്മൾ പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഞ്ചറിന്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി എഡ്ജ് ലോഞ്ചർ, ഒരു സൂപ്പർ ലോഞ്ചർ പരിചയപ്പെടാം. ഈ ലോഞ്ചർ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഒരുപാട് ഫീച്ചറുകളുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. ലോഞ്ചറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. എഡ്ജ് കാർഡ് ലോഞ്ചർ എന്നതിന്റെ പേര്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ഏരോ മാർക്ക് കാണും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷനൊക്കെ അലോ ചെയ്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വരിക. ഇവിടെ മേലെ ഒരു ബട്ടൺ കാണാം, അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓണാക്കി കൊടുക്കുന്നതിന് ചെറിയ ഇൻസ്ട്രക്ഷൻസ് വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോകും. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഫേവററ്റ് ആപ്സ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഫേവററ്റിൽ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം വാട്സപ്പും യൂട്യൂബും സെലക്ട് ചെയ്ത് 2-3 ആപ്ലിക്കേഷൻ അവിടെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഫേവററ്റ് കോൺടാക്റ്റ് എന്ന് സെലക്ട് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആവശ്യമുള്ള കോൺടാക്റ്റുകളും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷോ വോളിയം പാനൽ എന്നുള്ള ഒരു ടിക്ക് മാർക്ക് ഇവിടെ ഉണ്ടാവും. ആ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ ലെഫ്റ്റ് റൈറ്റ് ബോത്ത് സൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബോത്ത് സൈഡ് എന്നുള്ള പൈസ കൊടുക്കേണ്ടതാണ്, അത് വേണ്ട. നമുക്ക് ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾ ഏത് കയ്യിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബാക്ക് വരാം. ഇനി ലോഞ്ചർ ഇവിടെ നമ്മൾ ലോഞ്ചർ എനേബിൾ ചെയ്തില്ലേ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇതാ ലോഞ്ചർ വന്ന്. ഇവിടെ നമുക്ക് നമ്മളെ ഫേവററ്റ് ആപ്സ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ട് ഇവിടുന്ന് ഉപയോഗിക്കാം. ഇതിപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വേറൊരിടത്തേക്ക് പോകണമെങ്കിൽ ഇതാ അങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക, നമുക്ക് യൂട്യൂബിലേക്ക് പോവാം. ബാക്ക് വന്നാൽ നമ്മൾ ഡയറക്റ്റ് വാട്സപ്പിൽ എവിടെയാണുള്ള അവിടെ തന്നെ പോകും. അതുപോലെ തന്നെ വോളിയം ഇവിടുന്ന് കൺട്രോൾ ചെയ്യുക. നമ്മളെ ടൂൾസ് വൈബ്രേഷൻ, ഓട്ടോ റൊട്ടേറ്റ്, വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ മ്യൂസിക് ഇവിടുന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലേ പോസ് ചെയ്യുക, ബാക്ക്വേർഡ് ഫോർവേഡ് ചെയ്യുക, അതൊക്കെ ചെയ്യാം. ഇതൊന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത കോൺടാക്റ്റുകൾ, ഞാനിപ്പോൾ കോൺടാക്റ്റുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് എത്ര കോൺടാക്റ്റുകൾ വേണമെങ്കിലും അതുപോലെ ഇവിടെ എത്ര ആപ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബാറ്ററീൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും. അലാറം ഇവിടെ ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ പാനൽ ഇവിടുന്ന് താത്ത. ഇത് നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പെൻ ഐക്കൺ ഉണ്ട്. എഡിറ്റ് ചെയ്യുന്നിടത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള എന്താണോ കൂട്ടിച്ചേർക്കേണ്ടി അത് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യണേ റിമൂവും ചെയ്യാം. ഇവിടെ സെറ്റിംഗ്സിലേക്ക് ഡയറക്റ്റ് പോവുകയുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മറ്റ് ടൂളുകൾ, മറ്റ് ആപ്ലിക്കേഷൻസ്, കോൺടാക്റ്റ് ഒക്കെ എടുക്കാൻ വളരെ ഷോർട്ടായിട്ട് എടുക്കുകയുള്ള നല്ലൊരു ലോഞ്ചറാണ്. നമ്മളെ ഫോണിലുള്ള ഡീഫാൾട്ട് ലോഞ്ചറിന്റെ കൂടെ തന്നെ ഇതും ഉപയോഗിക്കാം. സ്മൂത്ത് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്കിത് ഉപകാരം തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.